അതെ, നിങ്ങളുടെ അനുജൻ പോലീസ് സ്റ്റേഷനിൽ വന്നോണ്ടിരിക്കുക. നിങ്ങൾ അകത്തേക്ക് പോ, അകത്തേക്ക് പോകാൻ. അകത്തേക്ക് പോ. ഇവിടെ തന്നെ ഇരുന്നാ മതി, പുറത്തേക്ക് വരണ്ട. വേണ്ട, ഒന്നും ചെയ്യരുത്. വേണ്ട. ഇങ്ങോട്ട് വാ മോനെ. അമ്മേ, 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 അമ്മേ. ആ പെണ്ണ് എന്നോട് കരഞ്ഞാ പറഞ്ഞത്. ഞാനൊരു ഡോക്ടർ, എന്റെ പേര് പറഞ്ഞ് അവരാ പെണ്ണിനെ കൊന്നില്ലേ? ഞാനിനി എന്ത് ചെയ്യും? അയ്യോ, ഞാൻ കാരണമല്ല അവര് മരിച്ചേ. ഞാനിവരെ വിടില്ല, ഞാനിവരെ കൊല്ലാണ്ട് വിടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊല്ലും. എല്ലാവരും കൊല്ലൂടാ. എനിക്ക് അവരെ കൊല്ലണം. പഠിത്തത്തിൽ ജയിച്ചിട്ട് ജീവിതത്തിൽ ഞാൻ തോറ്റുപോയി ശുഭ. ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട, ടാബ്ലറ്റ് എന്നാ മതി. നീ ഡോക്ടർ തന്നെയാണോ? എത്ര പേർക്ക് നീ ഇഞ്ചക്ഷൻ? എനിക്ക് വേദനിക്കും ശുഭ. വിത്ഡ്രോവൽ സിംറ്റം. വെള്ളോടി നിർത്തിയില്ലേ? ശരിയായിക്കോളൂ. എനിക്കറിയാം ശുഭ. കോളേജിൽ പഠിക്കുമ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നോ? ഏയ്, എന്നോട് മര്യാദയ്ക്ക് സത്യം പറ. എന്നോട് നീ പറഞ്ഞില്ലല്ലേ? ഇങ്ങോട്ട് നോക്ക്, എല്ലാവരും നിങ്ങളോട് പണം സെറ്റിൽ ചെയ്യാനാണ് പറയുന്നത്. ആ വീട്ടിന്റെ വാല്യൂ എന്ന് വെച്ചാൽ വലിയ മതിപ്പൊന്നുമില്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാശും കിട്ടില്ല. പക്ഷേ ആ സ്ഥലത്തിന് നല്ല വാല്യൂ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ എഴുതി തരുവാണെങ്കിൽ തന്നെ വീണ്ടും ഒരു 3 ലക്ഷം രൂപ നിങ്ങളെ കയ്യിൽ നിന്ന് തരേണ്ടി വരും. അവര് വീടാണ് ചോദിക്കുന്നത്. കൊടുക്കുന്നുണ്ടോ? എന്താ മോനെ അർജുന, ഭീമരാജ് എന്താ പറയുന്നത്? വീട് എഴുതി കൊടുക്കാവോ? സാർ, ആ വീട് എന്റെ അമ്മായിയപ്പൻ്റെതാ. അതൊന്നും കൊടുക്കാൻ പറ്റില്ല സാർ. പിന്നെ ഇങ്ങോട്ട് നോക്ക്, ആ ഡോക്ടർ ധർമ്മധുരയുടെ പേരിൽ ഒരു FIR എഴുത്. സെക്ഷന് നോക്കി എഴുതിക്കോ, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട്. എന്റെ മകനെ പറ്റി അറിയാമല്ലോ അല്ലേ? അറിയാലോ, പറയൂ. നിങ്ങൾ രണ്ടുപേരും പള്ളിക്കൂടത്തിൽ ഒന്നിച്ച് പഠിച്ചതല്ലേ? അതെ അമ്മേ. എന്റെ മകൻ മോഷ്ടിക്കുന്നാണോ? കള്ളത്തരം കാണിക്കോ? പറഞ്ഞേ, പറയാൻ. ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ദേ നോക്ക്, ഞാനൊരു സത്യം പറയാൻ കേൾക്ക്. ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല.
ഇപ്പൊ നിന്നോട് പറഞ്ഞിട്ട് പോകാനാ വന്നത്. എനിക്ക് തോന്നുന്നത് എന്റെ ഇളയ മക്കള് രണ്ടുപേരും ആ തെറ്റ് ചെയ്തതെന്നാ. ഇവരെ വിളിച്ച് ചോദ്യം ചെയ്താൽ സത്യം പുറത്തു വരും. ഇവരാണ് കാശ് പറ്റിച്ചിട്ട് എന്റെ മോനെ അടിച്ചു പുറത്താക്കിയത്. അത് ശരിയാ. എന്താ അമ്മേ നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഞങ്ങൾ അതിന് മാത്രം എന്താ ചെയ്തേ? എടാ എടുത്തെങ്കിൽ അങ്ങ് കൊടുക്കടാ. നിന്റെ അമ്മയല്ലേ പറഞ്ഞത്. ഭാഗ്യം അവര് എന്റെ പേര് പറഞ്ഞില്ലല്ലോ. എടാ മോനെ, എന്തോ എഴുതാൻ പോകുന്നെന്ന് പറഞ്ഞില്ലേ? അതൊന്നും എഴുതണ്ട ആവശ്യമില്ല. പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് പത്രത്തിലല്ല ഇടും. എന്തോന്ന് പണം, ചില്ലി കാശ്. 5-6 പേരെ ചികിത്സിക്കുകയാണെങ്കിൽ ആ പണം അവൻ പൂ പോലെ കൊണ്ടുവന്ന് തരും. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ. അവിടെ ചെന്ന് എന്താ ഇങ്ങനൊക്കെ സംസാരിച്ചേ? അവന്മാരാണെങ്കിൽ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞോണ്ടിരിക്കുക. പക്ഷെ ഒരു ലോ പോയിന്റ് പറഞ്ഞില്ലേ, അതിനുശേഷം ആരെയും കാണാനില്ല. എന്തുമാത്രം ദൂരം പോയി, ട്രെയിനിലൊക്കെ കയറിപ്പോയി, പട്ടണത്തിൽ ചെന്ന് അത്രയും പിള്ളേരുടെ കൂടെ പഠിച്ചവനാ എന്റെ മോൻ. മനുഷ്യത്വം ഇല്ലാതെ റോഡിലിട്ട് തല്ലിയില്ലേ? അവൻ തിരിച്ചടിച്ചോ? എന്താ അടിക്കാത്തത്? എന്റെ വാക്കിന് വില കൽപ്പിച്ചിട്ടാണ് അവൻ അതിര് കിടന്ന് ഒന്നും ചെയ്യാതിരുന്നത്. ശരി, അതൊക്കെ വിട്ടേക്ക്. അദ്ദേഹം എവിടാണെങ്കിലും നന്നായിട്ട് ഇരിക്കട്ടെ. ശരി, എന്റെ കൂടെ വാ. നമ്മൾ ഒപ്പിട്ടില്ലെങ്കിലേ പിന്നെ നമ്മളെ പിടിച്ച് അകത്താക്കും അവന്മാര്. FIR വല്ലതും എഴുതിയാലേ ഞാൻ സ്റ്റേഷൻ കത്തിച്ചു കളയും പറഞ്ഞേക്കാം. തീരുമാനത്തോടാ വന്നിരിക്കുന്നല്ലേ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. നമസ്കാരം. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഇരിക്കൂ. ഡോക്ടർ ധർമ്മദുര വന്നിട്ടുണ്ട്. ഓക്കെ. Hey, hi Shubha. How's my shirt? Mostly I prefer light colors. നീ മേടിച്ചതന്നല്ലേ? How's it? നന്നായിട്ടില്ലാതെ അതുകൊണ്ടല്ലേ എടുത്തു തന്ന. ശരി വാ. എങ്ങോട്ടാ? ഇന്ന് സ്വാതന്ത്ര്യ ദിവസം. ഓഗസ്റ്റ് 15. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണോ? ഇല്ല സർ. സ്വാതന്ത്ര്യം കിട്ടിയത് എനിക്ക്. ഓ, ലീവാണോ? ഹേ വാടാ. അപ്പൊ ഈ പേഷ്യന്റ് ഒക്കെ. ശരി ശുഭ. സാറിന്റെ വൈഫ് വരും. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. ഹായ് ശിവ. ഹായ്. ദിസ് ഇസ് ഡോക്ടർ ധർമ്മദുരൈ. ഹേ ഹായ്. I am Dr. Shivaraj, MSMD from US. സൂപ്പർ. വി ആർ ലിവിംഗ് ടുഗദർ. ഹേ, നിനക്ക് എന്താ പറ്റിയ? പ്ലീസ്. ഡൈവേഴ്സ് തീർന്നോ? ജഡ്ജ്മെന്റിന്റെ കോപ്പി ഇപ്പൊ വരും. ഇതിലൊരു സൈൻ ചെയ്. വേറെന്തെങ്കിലും? അത്രേ ഉള്ളൂ. നീ വാടാ. എന്താ സുഭാഷിനി ഒന്നും പറയാതെ പോകുന്നേ? എന്നെ തോൽപ്പിക്കാന്ന് വിചാരിച്ചോ? നിന്റെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പം തോറ്റേന. അമേരിക്കയിലും ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. സർ, അത് അമേരിക്ക നോക്കിക്കോളൂ സർ. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്നാ പോയാലോ? നമ്മൾ ഒന്നിച്ചാന്ന് കേട്ടപ്പോ ദേഷ്യമായി. ഞാനേ ഷോക്കായി. അയാൾ ഷോക്കാവില്ലേ? അത് കള. പിന്നെ ശുഭ, എന്താ പ്രശ്നം? അവനൊരു കൊലയാളി. ആരെ കൊന്നു? അയാളെ കണ്ടിട്ട് ചീത്ത സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത പോലെയാണെന്ന് തോന്നുന്നേ. കാണുന്ന പോലെയല്ല ആള്. ഞാൻ പ്രഗ്നന്റ് ആണ്. നിനക്കെന്താ അത്ര ധൃതി അതിന്? ഞാൻ പ്രഗ്നന്റ് ആണ്. ആദ്യം ഫോറിനിലേക്ക് പോയിട്ട് കുറച്ച് പൈസ സമ്പാദിക്കാം. അബോർട്ട് ചെയ്തിട്ട് ഫോറിനിൽ പോയി ഒരുപാട് സമ്പാദിച്ച് സെറ്റിൽ ആവാന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യും. ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ എന്റെ സാറിന് പ്രോമിസ് ചെയ്തിട്ടുള്ളതാ. ശിവ, അവൻ ഞാൻ അറിയാതെ ഞാൻ കുടിച്ച പാലിൽ അബോർഷൻ ടാബ്ലറ്റ് മിക്സ് ചെയ്തു. എന്റെ കുഞ്ഞ് നീ അവനെ ഒന്നും ചെയ്തില്ലേ? പിന്നെന്ത് ചെയ്യാനാ? ഹലോ ബ്രദർ, ഒരു മിനിറ്റ്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ഒന്ന് വെയിറ്റ് ചെയ്യ്. യെസ്, ടെൽ മീ. ബ്രദർ, ഈ നിൽക്കുന്ന ശുഭയല്ലേ? പഠിക്കുന്ന സമയത്ത് തന്നെ ബോഡി ഡൊണേറ്റ് ചെയ്തതാ.
നിനക്ക് അവളുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല. ഹലോ, എടാ നീയൊക്കെ ഒരു ഡോക്ടറാണോ? വാട്ട്സ് യുവർ പ്രോബ്ലം മാൻ? എടാ ഞാൻ സംസാരിക്കലടാ. ജനിക്കാത്ത കുട്ടി ആണാണോ പെണ്ണാണോ നോക്കുന്നതിന് തെറ്റാ. അവളുടെ കുട്ടിയെ അവളുടെ പെർമിഷനിൽ കൊന്നില്ലേ? സോ എന്താടാ നീ ചെയ്തത്? നിന്നെ ഉണ്ടല്ലോ ഞാൻ. ധർമ്മ സമയമായി വാ.